ഓ എന്റെ ഈമാനുള്ള സഹോദരിമാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റമളാൻ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അതാ റമളാനിലെ പകലിൽ സുബ്ഹി കഴിഞ്ഞ ഉടനെ ഖുർആൻ ഓതുന്നു. ഏതുവരെയാണ്? ഫൈദാ ത്വലഅത്തി ശംസൂന അമദ്, സൂര്യൻ ഉദിക്കുന്നത് വരെ ആയിഷ ബീവി ഉറങ്ങാറില്ല. അത്താഴത്തിന് നേരത്തെ ഉണരുന്ന ഉമ്മമാരെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വേഗം പോയി ഉറങ്ങല്ലേ ഉമ്മമാര്, വേഗം പോയി ഉറങ്ങല്ലേ സഹോദരിമാര്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഉറങ്ങാത്ത നേരമാണത്, ഉറങ്ങാത്ത സമയമാണത്. സുബ്ഹി കഴിഞ്ഞ ഉടനെ സൂര്യൻ ഉദിക്കുന്നത് വരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതുകയാണ്. എന്നാലോ സൂര്യൻ ഉദിച്ചാൽ പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരൽപ്പം ഉറങ്ങുകയാണ്. ഇതുപോലെയാകണം എന്റെ ഉമ്മമാരുടെ റമളാൻ, ഇതുപോലെയാകണം എന്റെ സഹോദരിമാരുടെ റമളാൻ. അത് സാന്ദർഭികമായി ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തിയെന്നേയുള്ളൂ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഞാൻ എന്റെ ഇന്നത്തെ വാലിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചില്ലേ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച മാസമാണ് കേട്ടോ. അതുകൊണ്ട് റമളാൻ എന്നോടും നിങ്ങളോടും വിട പറയുമ്പോ ഒരൊറ്റ ദുആ, പടച്ച റബ്ബേ ഈ റമളാൻ നീ എന്നിൽ നിന്നൊന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഈ റമളാന് കിട്ടാത്ത എത്ര ആളുകളാണ് നമുക്കിടയിൽ ഉള്ളത്. കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായ എത്ര പേരാണ് ഈ റമളാന് വരുമ്പോ ആറടി മണ്ണിൻ ചുവട്ടിൽ പോയി കിടന്നില്ലേ. പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും ഇതുവരെ എത്തിച്ചില്ലേ. അതുകൊണ്ട് ഒരുങ്ങിക്കോ, ഇനി കരയാനുള്ള സമയമാണ്, കണ്ണുനീരിറ്റിക്കാനുള്ള സമയമാണ്. ഔന് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു കരഞ്ഞതുപോലെ കരയണേ. മഹാനവരുകൾ അബൂ ഹാസിം തങ്ങളെ സദസ്സിൽ പോകൂ, അവിടെ നിതാ വാദു കേൾക്കൂ. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വാലിങ്ങനെ പറയുമ്പോ, ദിക്റിങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ, അതേ ദുആ ചെയ്യുമ്പോ കരയാൻ തുടങ്ങി. ഇവിടുന്നും ഈ സദസ്സ് നനയണോ, നമ്മുടെ കവിൾത്തടങ്ങൾ നനയണോ? ഉമ്മമാരെ, നിങ്ങളെ ബുർക്ക ചണ്ടിയാവണോ? നിങ്ങളെ ധരിച്ച പർദ്ദകൾ നനയണോ? വിയർത്തിട്ടല്ല, ചൂടെടുത്തിട്ട് വിയർത്തിട്ടല്ല ഉമ്മമാരെ. കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ, ആ ഓരോ വാക്ക് കേൾക്കുമ്പോ കരഞ്ഞിട്ട് പർദ്ദയങ്ങ് നനയണോ? ഇരുന്ന സ്ഥലങ്ങൾ നനയണോ? ഓ ഈമാനുള്ള ജനങ്ങള്, കവിൾത്തടത്തിലൂടെ കണ്ണുനീരിറ്റി വന്ന് അതാ പാടുകൾ വീഴണോ? അബൂ ഹാസിം തങ്ങളെ സദസ്സില് ഔന് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കണ്ണുനീര് ധാരധാരയാടിയിട്ടുന്നു, കവിൾത്തടങ്ങൾ നനയുന്നു. അബൂ ഹാസിം തങ്ങൾ എന്താ ചെയ്യണത്? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കി. എന്താണ് മഹാനവരുകൾ ഔന് ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഇങ്ങനെ കരയുകയാണല്ലോ, ഏങ്കർത്തിട്ട് പുൽപ്പിട്ടോണ്ടുണ്ടല്ലേ. ഔന് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഏങ്കർത്തിട്ട് പുൽപ്പിടുന്നത് കാണുമ്പോ എല്ലാവർക്കും ഭാര്യ അതിശയായി പോയത്, എല്ലാവർക്കും ഭാര്യ ആശ്ചര്യായി പോയത്, എല്ലാവർക്കും ഭാര്യ സർപ്രൈസ് ആയി പോയത്. പിന്നെ നോക്കുമ്പോ ഔന് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ആ കണ്ണിലൂടെ ഇറ്റി വരുന്ന കണ്ണുനീരുണ്ടല്ലോ, മഹാനവരുകൾ കയ്യങ്ങെടുക്കുന്നു.
ആ കൈ കൊണ്ട് കണ്ണുനീരങ്ങ് തുടക്കുന്നു, അത് മുഖം ഫുള്ളായി പുരട്ടി കൊടുക്കുന്നു. അതാ ഇറ്റുന്ന കണ്ണുനീരങ്ങ് കൈകൊണ്ട് തടകിയിട്ട് മുഖമങ്ങ് പുരട്ടിയപ്പോൾ കണ്ട കാണികൾക്ക് മുഴുവനും അത്ഭുതം തോന്നിപ്പോയി. അവരെല്ലാം ചോദിച്ചു, എന്തിനാണ് ഔനുബ്നു അബ്ദില്ല തങ്ങള് കണ്ണുനീര് കൈകൊണ്ട് തടകിയിട്ട് മുഖം പുരട്ടിയത് എന്തിനാണ്? ഉടനെ ഔനുബ്നു അബ്ദില്ല തങ്ങൾ പറഞ്ഞു, ഞാൻ പഠിച്ച ഇൽമിലുണ്ട് ജനങ്ങള്, ഞാൻ പഠിച്ച അറിവിലുണ്ട് നാട്ടുകാര്, ഞാൻ സ്വായത്തമാക്കിയ ഇൽമിലുണ്ട് കൂട്ടുകാര്. കണ്ണുനീരിറ്റുമ്പോൾ ആ കണ്ണുനീരിനെ കൈകൊണ്ട് തുടച്ചിട്ട് മുഖം പുരട്ടിക്കൊടുത്താൽ, ശരീരം പുരട്ടിക്കൊടുത്താൽ ആ കണ്ണുനീരെത്തിയ സ്ഥലം നരകത്തിലെത്തൂല, അത് നരകത്തിന്മേലും നിഷിദ്ധമാ. തങ്ങളെ കണ്ണ് അതുപോലത്തൊരു കണ്ണ് എനിക്കും നിങ്ങൾക്കുമില്ലേ? ആ കണ്ണിലൂടെയും കണ്ണുനീര് ഒളിപ്പിച്ചുകൂടെ, ഇറ്റിച്ചുകൂടെ? എന്നിട്ട് അതങ്ങ് കൈകൊണ്ടൊന്ന് തുടച്ചു മാറ്റിയിട്ട് ഒന്ന് മുഖം പുരട്ടിക്കൂടെ? എന്നിട്ട് ഈ മുഖം നരകത്തിന്മേൽ ഒന്ന് ഹറാമാക്കിക്കൂടെ, ഒന്ന് നിഷിദ്ധമാക്കിക്കൂടെ? ഇത് സാധുവായ ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വാദ നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിൽ മുതഅല്ലിമുകളുണ്ട്, സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, വലിയ വലിയ ഉമറാക്കളുണ്ട്, നേതാക്കളുണ്ട്. സ്റ്റേജിൽ ഇരിക്കേണ്ടുന്ന പലരും സദസ്സിലുണ്ട്, ഞാനത് കാണുന്നുണ്ട്. റബ്ബേ, ഇതിന് പകരം അവർക്കെല്ലാം സ്വർഗത്തിൽ സീറ്റ് നൽകണേ അല്ലാഹ്, സ്വർഗത്തിൽ മുന്നിൽ ഇരിപ്പിടം നൽകണേ അല്ലാഹ്.